ഏറെക്കാലത്തിനു ശേഷം ചർച്ച ചെയ്യപ്പെട്ട ഒരു മമ്മൂട്ടി ചിത്രം. അതാണ് കസബയ്ക്ക് ഏറ്റവും പെട്ടെന്ന് നൽകാവുന്ന ഒരു വിശേഷണം. മമ്മൂക്കയുടെ തകർപ്പൻ പ്രകടനം കൊണ്ടും പ്രമേയത്തിലെ വ്യത്യസ്തത കൊണ്ടും തിയേറ്ററുകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വളരെ കാലങ്ങൾക്ക് ശേഷം മമ്മൂട്ടിക്കായി എന്നുള്ളതും കസബയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. എന്നാൽ ചിത്രത്തെക്കുറിച്ചുള്ള ചില വിവാദങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തും മുള പൊട്ടിയിരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ അറിയണം. മമ്മൂട്ടിയുടെ കസബ എന്ന മൂവിയിൽ സ്ത്രീകളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു എന്ന കാര്യത്തിനെതിരെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി ടീച്ചർ രംഗത്തെത്തിയതാണ് ഏറ്റവും പുതിയ വിവാദം. മമ്മൂട്ടിയെ പോലെ ഒരു താരത്തിൽ നിന്നും ഇങ്ങനെയൊരു സംഭാഷണം പ്രതീക്ഷിച്ചില്ല എന്നും വനിതാ കമ്മീഷൻ പറയുന്നു. യഥാർത്ഥ കാര്യം എന്താണെന്ന് വസ്തുനിഷ്ഠമായി പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെതിരെ 19-ാം തീയതി നടക്കുന്ന മീറ്റിംഗിൽ നടപടി സ്വീകരിക്കുമെന്നും വനിതാ ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. എന്നാൽ കസബ ഡയറക്ടർ നിതിൻ രഞ്ജിപ്പണിക്കർ പറയുന്നത് കസബ ഒരു പക്ക എന്റർടൈനർ സിനിമയാണെന്നും അതിനെ സിനിമയായിട്ട് മാത്രം കാണൂ എന്നുമാണ്. സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും നിതിൻ പറയുന്നു. എന്തായാലും ആരാധകരെ ആവേശത്തിൽ നിർത്താൻ ഇപ്പോഴും കസബയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കസബയിൽ ഞാൻ സബ് ഇൻസ്പെക്ടർ മുകുന്ദനാണ്. എന്റെ കഥാപാത്രത്തിന്റെ പേര് അർജുൻ എന്നാണ്. അന്വേഷണമാണ് ഈ ചിത്രം, ഒരു കേസ് അന്വേഷണം. എന്റെ ഫാദറിന്റെ മകനായിട്ട് തന്നെയാണ് സിനിമയിലും അഭിനയിക്കുന്നത്. നല്ല ചെറുപ്പക്കാരൻ നിധിൻ, ഞങ്ങളെല്ലാം അച്ചു എന്നാണ് വിളിക്കുന്നത്.